ജയസുധയുടെയും സുദീപിന്റെയും കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന പിള്ളയും കുടുംബാംഗങ്ങളും. അവിടേക്ക് വരുന്ന ജയസുധ. സുദീപിന്റെയും ജയസുധയുടെയും പ്രേമരംഗങ്ങൾ കണ്ട് വിഷമിക്കുന്ന ശ്രുതി. ജയസുധയ്ക്ക് ശ്രുതിയുടെ കുഞ്ഞിന് കൊടുക്കാനുള്ള ടോയ്സ് കാണിച്ചു കൊടുക്കുന്ന സുദീപ്. ശ്രുതിയുടെ കൊച്ചിനോ? ഇത്ര നേരത്തെയോ? ഇതൊക്കെ എന്തിനാ നമ്മൾ മേടിക്കുന്ന സുദീപേട്ടാ? ശ്രുതിയെ കാണാനായി അവളുടെ മുറിയിലേക്ക് പോകുന്ന സുദീപ് ശ്രുതിയെ കണ്ട് ഞെട്ടുന്നു. അവന്റെ കയ്യിൽ നിന്നും ടോയ്സ് നിലത്ത് വീഴുന്നു. ഒടുവിൽ അവൻ അവിടെ നിന്നും പോകുന്നു. ഇനി തുടർന്ന് കാണുക. എന്തുവാ സുദീപേട്ട ഇത്? കൈക്ക് എന്താ ബലം ഇല്ലേ? സുദീപേട്ട പോയോ? കൊള്ളാലോ. ഇന്നാ ശ്രുതി മേടിക്ക്. ഇന്ന് വേണ്ട. വേണ്ടേ? ശ്രുതിക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും സുദീപേട്ടൻ ഇതൊക്കെ സെലക്ട് ചെയ്യാൻ. മേടിക്ക്. എനിക്ക് വേണ്ട. അത് കൊള്ളാലോ. വേണ്ടെങ്കി വേണ്ട. അല്ല പിന്നെ സുദീപേട്ടന് എന്തൊക്കെയായിരുന്നു പുന്നാരം. ജപ്പാനിൽ ഇനിയുണ്ടോ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ? ഇവൾക്കൊക്കെ അഹങ്കാരമാ, മൂത്ത അഹങ്കാരം. ഇത്ര കഷ്ടപ്പെട്ട ഒരാൾ കൊണ്ട് കൊടുത്തിട്ട് കണ്ടില്ലേ അഹങ്കാരി. ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. അവളുടെ ഒരു നോട്ടവും ഭാവവും ഇഷ്ടപ്പെട്ടിട്ടില്ല അവൾക്ക്. ചുമ്മാതല്ല അമ്മയൊക്കെ പറയുന്നത്. അവളുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അഹങ്കാരിയാണെന്ന്. മര്യാദക്കാരിയാണെന്നാ ഞാൻ വിചാരിച്ചത്. നമുക്ക് സന്തോഷമായിട്ട് കുറച്ചേരം ഇരിക്കാന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ രവിയേട്ടോ സഭ്യച്ചിക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? അമ്മയൊന്നൊന്ന് കുഴപ്പമുണ്ടാക്കിയപ്പോഴേ എല്ലാരും കയറി ഇടപെട്ടു. സുദീപേട്ടൻ എന്തൊരു ആവേശമായിരുന്നു അന്ന്. അവളിവിടെ വന്നോട്ടെ നിന്നോട്ടെ എന്നും പറഞ്ഞ്. ഇനി നമ്മുടെ കല്യാണത്തിനെ താലിയെടുത്ത് തരാനും ഇവളങ്ങ് നാത്തൂനെ പോലെ സ്റ്റേജിൽ കയറി നിൽക്കുമായിരിക്കും. അവൾക്ക് കൊടുത്തതൊക്കെ അവളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ടാ ഞാൻ വന്നത്. സുദീപേട്ടൻ ഒരു കാര്യം ചെയ്യേ, ആ ഗിഫ്റ്റ് മുഴുവൻ അവളുടെ കൈ കൊണ്ട് എടുപ്പിച്ച് എന്റെ കൈ കൊണ്ട് തരാൻ പറ. അത് മുഴുവനെ എനിക്കും നമ്മുടെ കുഞ്ഞിനും അവകാശപ്പെട്ടതാ. ചെന്നെടുത്തിന്റെ കൈ തരാൻ പറ സുദീപേട്ട. നിനക്ക് തരാനുള്ള ഞാൻ തന്നിട്ടുണ്ട്. കൊണ്ടുപോ. മനുഷ്യന് മനസ്സമാധാനം കിട്ടട്ടെ പ്ലീസ്. ഇപ്പൊ അങ്ങനെ ആയല്ലേ? വന്ന് കേറിയതാ കുഴപ്പമായത്. ആരും വിളിച്ചിട്ടൊന്നും അല്ലല്ലോ ഞാൻ വന്നത്. എന്റെ കുഴപ്പമാ, എന്റെ കുഴപ്പം തന്നെയാ. എനിക്കൊന്നും വേണ്ട ആരുടെയും ഗിഫ്റ്റ്. കൊണ്ടുപോയിക്കോ. വന്നതോ കുഴപ്പം. ഗിഫ്റ്റ് കൊണ്ട് വന്നിരിക്കുക. സുദീപേ, സുദീപേ, സുദീപേ. സുദീപേ. ജയസുധയായിട്ട് വഴക്കിട്ടിട്ടാണോ നീ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്താ പ്രശ്നം? ഒന്നുമില്ല. വന്നപ്പോഴേ തുടങ്ങിയോ? ആ അലക്കാനുള്ള തുണിയൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടെ. കല്യാണം കഴിഞ്ഞ് നീ ജപ്പാനിലേക്ക് പോവുകയാണെങ്കിൽ കൂടെ പോണെന്നും പറഞ്ഞിരിക്കേ ജയസുധ. പോകുന്ന കാര്യമൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അതും പറഞ്ഞിട്ടാണ് രണ്ടുപേരും കൂടി വഴക്കിട്ടതല്ലേ? ഇതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടാ മതി. ആ സുദീപ്, നീ ആ കുട്ടിയെ കണ്ടായിരുന്നോ? ശ്രുതിയെ കണ്ടു. എന്നിട്ട് എന്തു പറഞ്ഞു? അവൾക്ക് കുറച്ച് ഗിഫ്റ്റ് കൊടുത്തു. അത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? അതൊരു വല്ലാത്ത സ്വഭാവക്കാരിയാ. അതിന്റെ ഭർത്താവിനോട് പറയാതെ ഒന്നും ചെയ്യാറില്ല. ഇവിടുന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന് വരെ കണക്ക് വെച്ചിരിക്കുക.
സുരഭിയാണെങ്കി നേരെ തിരിച്ചു. ഹലോ. ഹലോ, ജമിനയല്ലേ? അതെ. മനസ്സിലായി എന്നെ? ആരാ? മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലല്ലേ? ഞാനാ സുദീപ്. ഓ, നമ്മുടെ സുദീപ്. സോറി, ഞാൻ എന്റെ നമ്പർ മാറിയതുകൊണ്ട് പഴയ നമ്പറൊന്നും സേവ് ചെയ്തിട്ടില്ല. നീ എപ്പോഴാ ജപ്പാനിൽ നിന്ന് വന്നത്? പിന്നെ കല്യാണത്തിരക്കാണല്ലേ? അതെ, കല്യാണത്തിരക്ക് തന്നെയാ. എന്താ ഒരു സംശയം? എനിക്കെന്ത് സംശയം? നിന്റെ കല്യാണം നടക്കട്ടെ. എന്താ നിന്റെയൊക്കെ പരിപാടി? നിന്റെയൊക്കെന്ന് വെച്ചാ മനസ്സിലായില്ല. നിന്റെ അവളുടെയും ആ ഇഷയുടെ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നുള്ള പദ്ധതിയാണല്ലേ? എങ്ങനെയാണ് ഇഷ ഇവിടെ എത്തിയത്? നീ അറിയാതെ നടക്കില്ലല്ലോ. അതെ, ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്ലാൻ തന്നെയാ ഞാൻ അവൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ സുദീപ്? കൊള്ളാം. നാട്ടി കണ്ണി കണ്ടവന്മാരുടെയൊക്കെ ഗർഭം എന്റെ തല കെട്ടിവെക്കാനല്ലേ നിന്റെയൊക്കെ ശ്രമം? അതിന് നീയൊക്കെ വേറെ ആളെ നോക്കണം. വേറെ ആളെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വന്തം തന്തയുള്ളപ്പോ. നാട്ടിലെ കണ്ടവന്മാരുടെ കുഞ്ഞൊന്നും അല്ല ഇഷയുടെ വയറ്റിൽ വളരുന്നത്. അത് നിന്റെ കുഞ്ഞാ, നിന്റെ മാത്രം. ഹലോ ഹലോ ഹലോ. The number you have called is currently switched off. സ്വിച്ച് ഓഫ് ചെയ്തിരിക്കും. ഷിറ്റ്. സംഭവിക്കാനുള്ളത് നിന്റെ മുന്നിൽ വെച്ച് തന്നെ സംഭവിച്ചു അല്ലേ? അതെടി, ഞാനും അവനും പരസ്പരം ഇങ്ങനൊരവസ്ഥയിൽ ഇവിടെ അവന്റെ വീട്ടിൽ. അവൻ എന്നെ വിളിച്ചിരുന്നു. ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. എന്നെ കണ്ട ആ ഷോക്കിൽ നിന്നെ വിളിച്ചതായിരിക്കും. എങ്ങനെ ഞാനിവിടെ എത്തിയെന്നറിയാൻ. അതേടി, അവനൊരു ഭ്രാന്തനെ പോലെ സംസാരിച്ചത്. നമ്മൾ രണ്ടുപേരും കൂടി ക്രിയേറ്റ് ചെയ്ത ഒരു നാടകം എന്നാ അവൻ വിചാരിച്ചിരിക്കുന്നത്. അവൻ വലിയ ഇഷ്യൂ ഉണ്ടാക്കും, അത് ഉറപ്പാ. ഇതിനേക്കാൾ വലിയ എന്ത് ഇഷ്യൂ ഉണ്ടാവാന്? എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയാൻ ഇനി അധിക സമയം വേണ്ട. ഞാനൊരു ഉറച്ച തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. ഇത് ദൈവനിശ്ചയാ. ഞാനും അത് തന്നെ അവനോട് പറഞ്ഞത്. അവന് കിട്ടേണ്ട പണിഷ്മെന്റ് ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പക്ഷെ നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് അത് അവന്റെയാന്ന് അവൻ ഒരിക്കലും സമ്മതിക്കില്ല. സമ്മതിക്കും. സത്യം അതെപ്പോഴായാലും അവൻ തിരിച്ചറിയും. അങ്ങനെയാണെങ്കിൽ അവരുടെ കല്യാണം മുടങ്ങില്ലേ? ഇവിടം വരെ കൊണ്ടെത്തിച്ചത് ദൈവമല്ലേ? അത് നടക്കണമെങ്കിലും മുടങ്ങണമെങ്കിലും ദൈവം തീരുമാനിക്കും. ഇനിയിപ്പോ സിറിലെ ഈ കാര്യം സുദീപ് വഴി അറിയും നീ എവിടെയുണ്ടെന്ന്. അവൻ എന്നെ വിടാതെ പിന്തുടരുക. അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. ഇനി ഈ ജീവിതം എങ്ങനെ മുന്നോട്ട് പോണമെന്ന് അവൻ തീരുമാനിക്കട്ടെ. സുദീപ്. എടി, എനിക്ക് ഭയങ്കര ആവേശം തോന്നുവാ. ഞാൻ അങ്ങോട്ട് വരട്ടെ? അവിടുത്തെ കാഴ്ച കാണാൻ ഞാൻ ത്രില്ലടിച്ചിരിക്കുവാ. വേണ്ട, ഇപ്പൊ നീ ഒന്നും ചെയ്യണ്ട. ഞാൻ വിളിച്ചോളാം എന്താവശ്യമുണ്ടെങ്കിലും. ശരി, ബൈ. നീ അവിടുന്ന് പിണങ്ങിയാണോ പോന്നത്? സബിത എന്നെ വിളിച്ചിരുന്നു. ആ, എന്താ രണ്ടും കൂടി ഒരു സൗന്ദര്യപ്പിണക്കം വന്ന് കേറിയപ്പോഴേ? ഞാൻ പറഞ്ഞു തന്നെയല്ലേ ഇപ്പൊ അവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നേ. അനുഭവിച്ചോ? അച്ഛനും മോളും കൂടി അനുഭവിച്ചോ? എനിക്കെന്താ? അതിനെന്നെ കൂട്ടണ്ട. എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ വരൂന്ന്. അവളുടെ ഒരു പത്രാസ് അന്തപുരത്തിലെ മഹാറാണിയെ പോലെയല്ലേ കിടക്കുന്നത്. വിളിച്ചാ പുറത്തേക്ക് വരികയില്ല. എന്നിട്ടും ജപ്പാനിൽ നിന്ന് തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്നിരിക്കുക ഓരോ പ്രത്യേക ഐറ്റംസ്. നീ ആരുടെ കാര്യം പറയുന്നേ? സുദീപേട്ടന്റെ. ഹാ, എങ്ങനെ പോയാ നീ ഇനിയും അനുഭവിക്കും.
ആ വീട് ഇനി അവള് ഭരിക്കും. നിന്നെയും നിന്റെ തന്തയും തള്ളയും എല്ലാരെയും. അവളുടെ അനുവാദം ചോദിച്ചിട്ട് നിനക്കിനി അവിടെ കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റൂ. നീ വേണം അവനോട് പറഞ്ഞ് അവളെ അവിടെ ഒന്ന് ഇറക്കിവിടാൻ. അതാ വേണ്ടത്. അല്ലാതെ കരുതുള്ളി ഇങ്ങോട്ട് പോരുമല്ല വേണ്ടത്. കൊള്ളാം, നന്നായിരിക്കുന്നു. ഇങ്ങനെ തന്നെ വേണം മോളെ പറഞ്ഞു പഠിപ്പിക്കാൻ. വലതുകാല് വെച്ചൊരു വീട്ടിലേക്ക് പോകേണ്ടവൾക്ക് ആ വീട്ടുകാരെ സ്നേഹിക്കാനും പരിചരിക്കാനുമാണ് അമ്മമാര് പഠിപ്പിക്കേണ്ടത്. അതിനു പകരം ആ കുടുംബത്തെ തകർക്കാൻ പഠിപ്പിക്കുന്നു. ഉത്തമ മാതാവ്. നിങ്ങളോട് ആരാ ഇപ്പൊ ഇതൊക്കെ ചോദിച്ചത്? നാളെ ഇവള് കരഞ്ഞു വിളിച്ച് ഈ പഠിക്ക് വന്നാ അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞോളാം. മാറങ്ങോട്ട്. ആ കൊച്ചിനെ അവളുടെ ഭർത്താവ് വന്ന് വിളിച്ചോണ്ട് പോയിക്കോളൂല്ലേ? ഇവൾക്കിത് എന്തിന്റെ കേടാ? മോൾ അവനോട് പിണങ്ങിയിട്ടാണോ പോന്നിരിക്കുന്നത്? ആ എന്തിനാ? ആഹാ, നന്നായി മോളെ. ഈ സൗന്ദര്യപ്പിണക്കം എന്ന് പറയുന്നതേ സ്നേഹത്തിന്റെ ആഴമാ. അത് വേണം ജീവിതത്തില്. അതുണ്ടേലേ ജീവിതമുള്ളൂ. നിന്റെ അമ്മയെ തന്നെ കണ്ടില്ലേ? എന്നോട് എന്തിനാ എപ്പോഴും ഇങ്ങനെ വഴക്കടിക്കുന്നേ? സ്നേഹമുള്ളതുകൊണ്ടാ. അത് കേട്ടില്ലെങ്കിലേ എനിക്ക് ഉറക്കം വരത്തില്ല. അവൾക്കും ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് പിണക്കം, സ്നേഹത്തിന്റെ പിണക്കം. ഇതില്ലെങ്കിൽ ഒരു വീടില്ല. അതെ, ഈ എടുത്തു വെച്ചിരിക്കുന്ന വല്ലതും കഴിക്കുന്നുണ്ടോ? അത്രേ ഉള്ളൂ. സമാധാനായി. പ്രാണസഖി ഞാൻ വെറുമൊരു എടാ രവി, എല്ലാവരെയും ലിസ്റ്റും പ്രകാരം വിളിച്ചിട്ടുണ്ടോ? ആരെയും വിട്ടുപോയിട്ടുണ്ടോ? എല്ലാരെയും ഏറെക്കുറെ വിളിച്ചിട്ടുണ്ട് അച്ഛാ. എന്തോന്നാടാ ഈ ഏറെക്കുറെ? എല്ലാരെയും വിളിക്കണം. കട്ടപ്പനയിലെ രവീന്ദ്രനെ വിളിച്ചപ്പം തൊട്ടപ്പുറത്തെ മാധവനെയും കുടുംബത്തിനെയും വിളിച്ചോ? അയ്യോ, അത് വിട്ടുപോയിച്ചാ. പിന്നെ കൂടത്തിലെ ആ സോമൻ നായരെയും കുടുംബത്തിനെയും ക്ഷണിച്ചോ? അതൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അച്ഛനും മോനും കുറെ ദിവസമായല്ലോ ലിസ്റ്റ് ഇടാൻ തുടങ്ങിയിട്ട്. അതൊക്കെ അവിടെ വെച്ചിട്ട് വന്നിരുന്ന് കഴിക്കാൻ നോക്ക്. കണക്കും കാര്യങ്ങളൊക്കെ പിന്നെ നോക്കാൻ രവി. ആദ്യം വല്ലതും കഴിക്കേ. അച്ഛവാ കഴിക്കാം. പിള്ളേരെ താഴോട്ട് കണ്ടില്ലല്ലോ. ഞാൻ വിളിക്കാം അമ്മേ. ശ്രുതി, പിന്നെ നാളെ ആക്കാം അല്ലേ അച്ഛാ? പൊടിമോനെ. സൗദയുടെ ഭർത്താവിന്റെ അനിയന്റെ കുടുംബ വീടുണ്ടല്ലോ കോടനാവട്ടത്തുള്ള, അവരെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന് വിളിക്കാമെന്നാ പറഞ്ഞിട്ടുള്ളത്. അതെ, എന്റെ ഭർത്താവിന്റെ കുടുംബക്കാരെ ഞാൻ വിളിച്ചോളാം. നിങ്ങൾ പോയി വിളിക്കണ്ട. ആ മോളെ, നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു. ഇന്നൊരു നിലവിളക്ക് കത്തിച്ചു വെച്ചതുപോലുണ്ട്. നല്ല ഐശ്വര്യം. തലവേദനയൊക്കെ മാറിയോ മോളെ? മരുന്നൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചോ? പൊടിമോനെ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്ക്. ശ്രുതി മോളെ, ഭർത്താവിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടല്ലോ, വരത്തില്ലയോ? വരുമെന്ന് അച്ഛാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഷിപ്പിന്ന് ഇറങ്ങും. പ്രഗ്നൻസി ടൈമിൽ ഹസ്ബൻഡ് കൂടെ ഇല്ലെങ്കിൽ ഒരു വല്ലാത്ത അവസ്ഥയാ. അത് ശരിയാ. പിന്നെ ഉത്തരവാദിത്തം, ജോലി. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാലേ ജയസുധയെ കൂടെ അങ്ങ് കൊണ്ടുപോകണം. അവളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പൊക്കളയരുത് കേട്ടോ.
പൊടിമോനെ വന്നിരിക്കേ. സാധാരണ ഇങ്ങനെയല്ലല്ലോ, വന്നേ ഉടനെ ഭക്ഷണം എന്ന് പറയുന്ന ആളല്ലേ. ഇരിക്കേ മോള്, വാ മോളും ഇരിക്കേ. ഇല്ല, ഇന്ന് എല്ലാവർക്കും വിളമ്പി തന്നിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂ. ഈ വീട്ടിലൊരു VIP വന്നതല്ലേ, ഇന്ന് വിളമ്പി തരാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരണം. അമ്മ അവിടെ പോയിരിക്കെ. ഞാൻ മോളുടെ കൂടി ഇരുന്നോളാം. സൗദു, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്നേ. അമ്മ ഇരിക്കേ. ഓ, എനിക്ക് വയ്യ. എന്റെ വീട്ടുകാർക്കും എന്റെ ഭർത്താവിനും ഇതുപോലെ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ എനിക്ക് അവസരം കിട്ടുന്നില്ലല്ലോ. ഇപ്പോ നിങ്ങളെ എന്റെ വീട്ടുകാര് അല്ലേ ചേച്ചി? ഈ രക്തബന്ധം ഒന്ന് വേറെ തന്നെയാ. അതിന് പുണ്യം ചെയ്യണം. ഞങ്ങക്ക് ആ പുണ്യം ദൈവം അത്രയ്ക്ക് അങ്ങോട്ട് തന്നില്ല. മോടെ ഭർത്താവ് വന്നാ നമുക്കെല്ലാവർക്കും കൂടെ സുരഭിയുടെ വീട് വരെ ഒന്ന് പോണം, അല്ലേ മോളെ? നീ എന്താടാ ഒന്നും കഴിക്കാതിരിക്കുന്നേ? സാറിന് ജപ്പാനിൽ എന്തായിരുന്നു പ്രോജക്റ്റ്? ബാംഗ്ലൂരിലുണ്ടായിരുന്നു അല്ലേ? എനിക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നീ എന്തിനാ മോളെ ഇവനെ സാറെന്ന് വിളിക്കുന്നേ? അല്ല, അച്ഛനല്ലേ പറഞ്ഞേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സുദീപ് സാറാണെന്ന്? അത് ശരിയാ, ഇവനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ദാ കഴിക്ക്. അമ്മ ഉണ്ടാക്കിയതാ. വെള്ളം വിട്ടേ രവിയേട്ടാ. മതി മതി. ഇനിയിപ്പോ ഒരു രഹസ്യം ഇവിടെ പരസ്യമാക്കാലോ. അതെന്തുവാ മോളെ? എനിക്കും സബിതേച്ചിക്കും മാത്രം അറിയാവുന്ന രഹസ്യ. എന്താണെന്ന് ഞങ്ങളോടും കൂടെ ഒന്ന് പറ, കേക്കട്ടെ. പൊടിമോൻ ഈ വീട്ടിലെ കാരണവരായ സ്ഥിതിക്ക് കാരണവത്തിക്കാണ് കൂടുതൽ പറയാൻ അവകാശം, അല്ലേ സബിയേച്ചി? അതെ അതെ, ഇനി അത് മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴല്ലേ അത് പറയേണ്ടത്. കല്യാണം കഴിഞ്ഞു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തായാലും കേക്കട്ടെ, പറ മോളെ. അതൊന്നുമില്ലമ്മേ, നമ്മുടെ പൊടിമോന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നു. പെണ്ണോ? ആ. ബാക്കി ഞാൻ പറയണോ ചേച്ചി? അല്ലേ വേണ്ട, ചേച്ചി തന്നെ പറ, എന്നാലും ഒരു ത്രില്ലുണ്ടാവും. ഈ കള്ളനെ കുറെ കാര്യങ്ങൾ നമ്മളോട് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. പഠിക്കുന്നിടത്ത് ഇവനൊരു പെങ്കൊച്ചിനെ ഇഷ്ടമായിരുന്നു. ഓ, ചെറിയ പ്രായത്തിലെ ഇഷ്ടം തോന്നുന്നത് വലിയ കാര്യമൊന്നും അല്ലല്ലോ. ഞാൻ 4th പഠിക്കുന്ന കാലത്ത് ഓരോ ക്ലാസ്സിലും ഓരോരുത്തർ എനിക്കുണ്ടായിരുന്നു. ഒയ്യോ എന്റെ ദൈവമേ. സൗദു ആള് പിടിക്കുക, പക്ഷേ വേറെ സ്കൂളിലായി പോയി. അതെന്റെ ഭാഗ്യം. ഈ അച്ഛന്റെ ഒരു കാര്യം. ബാക്കി പറയേച്ചി, പറ. അതെ, ഓരോ തവണ ബാംഗ്ലൂരിൽ അവൻ വരുമ്പോഴും നമ്മള് ജയസുധയായിട്ട് കല്യാണക്കാര്യം പറയുമ്പോ എന്തെങ്കിലും പറഞ്ഞ് ഇവൻ ഒഴിഞ്ഞു മാറുമായിരുന്നു. അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ കുത്തി കുത്തി ചോദിച്ചപ്പോഴല്ലേ ഇക്കാര്യം അറിഞ്ഞത്. അവള് വലിയ കാശുകാരിയോ മറ്റോ. മലയാളിയോ മറ്റോ ആണോ? ആ, മലയാളിയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എവിടെ സ്ഥലമൊന്നും അറിയത്തില്ല. ഇവൻ വലിയ ആവശ്യത്തിലൊക്കെ ആയിരുന്നു. ചേട്ടനോടൊന്നും പറയണ്ട, സമയമാവുമ്പോ അറിഞ്ഞാ മതി. ഞാൻ ശരിക്കും പേടിച്ചു പോയതാ, ഒരു സുപ്രഭാതത്തെ അവളെ വിളിച്ച് ഇങ്ങോട്ടെങ്ങാനും കേറി വരുമോന്ന്. അതെ, കഴിഞ്ഞ മാസം എന്നെ വിളിച്ച് മുറി കൊണ്ടുപോയി പറയാ ജയസൂതിയായിട്ടുള്ള കല്യാണം പെട്ടെന്ന് അങ്ങ് ഉറപ്പിച്ചോളെ. എന്താ കാര്യം ചോദിച്ചപ്പോഴേ ഇവൻ പറയാ, ആ അവളില്ലേ മറ്റവള് ആരുടെ കൂടെ പോയിന്ന്, ഇവന്റെ പൈസ മുഴുവനും അടിച്ചോണ്ട് പോയിന്ന്.